അപ്പം എവിടെ വേദനയുണ്ടോ, എവിടെ ദുഃഖമുണ്ടോ, എവിടെ പിടച്ചിലുണ്ടോ, അവിടെയൊക്കെ തന്നെ നമ്മൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേദനയുടെ കഥനത്തിൻ്റെ ഒരു എരിതി നമ്മുടെ മനസ്സിലേക്ക് വീഴും. ഒരു ജീവി വധിക്കപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഒരു തീക്കനൽ നമ്മുടെ മനസ്സിലേക്ക് വിക്ഷേപിക്കപ്പെടും. അത് അവിടെ കിടന്ന് കത്തിയെരിയും. ചില സമയത്ത് അതിൻ്റെ എരിച്ചിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾക്ക് ചില സമയങ്ങൾ കടന്നു വരുമ്പോൾ ആ വേറൊരു ജീവിയെ നമ്മൾ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച ആ തീപ്പൊരി നമ്മളെ ആകെ വിഴുങ്ങിക്കളയും. അപ്പം നമ്മൾ കർമ്മം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്ന സമയത്താണ് നമ്മൾ അറിയുന്നുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നികൃഷ്ട കർമ്മങ്ങളിലേക്ക് പോകരുതൊരിക്കലും. ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് മദ്യപാനത്തിലേക്കോ, ധൂർത്തിലേക്കോ, വിഷയലമ്പടത്വത്തിലേക്കോ, ഹിംസയിലേക്കോ ഒന്നും പോകരുത്. നാം നമ്മളുടെ ജീവിതം കൊണ്ട് നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മെപ്പോലെ മറ്റെല്ലാവരും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കണം. വേറൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഈർഷ്യയുണ്ടാകരുത്. രണ്ടുപേർ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവർ സന്തോഷിക്കുന്നതിൽ അസൂയ പൂണ്ടിരിക്കാൻ പാടില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വേറൊരാളുടെ ഒരു സന്തോഷത്തിൽ സന്തോഷിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമുണ്ട്. പ്രത്യേകിച്ചും പല വീടുകളിലും അങ്ങനെ കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് വേറൊരാൾ സന്തോഷിക്കുമ്പോൾ മനസ്സിൽ പറയണം, ഈശ്വരൻ എത്ര അനുഗ്രഹീതനാണ്, അനുഗ്രഹീതമായിട്ടുള്ള ജീവിതമാണ് എനിക്ക് തന്നിരിക്കുന്നത്. കാരണം എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ സന്തോഷം കാണാനുള്ള കണ്ണ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയിട്ട്, കൃതജ്ഞതയോടുകൂടിയിട്ട് ഓർക്കണം. നമ്മളും സന്തോഷിക്കണം. നമ്മളുടെ ദുഃഖം വേറൊരാളെ പറഞ്ഞോ കാണിച്ചോ കൊടുത്ത് അവരെയും ദുഃഖിപ്പിക്കരുത്. നമ്മൾ ദുഃഖമല്ല ജീവിതത്തിന് ആവശ്യം. ആരും ദുഃഖത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സിനിമാ പാട്ടുകളിൽ പോലും പറയുന്നത്, ചിരിക്കുന്ന സമയത്ത് കൂടെ ചിരിക്കാൻ 1000 ആളുകളുണ്ടാകും, ദുഃഖിക്കുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല എന്ന്. നമ്മൾ നിരന്തരമായി പരിദേവനങ്ങളും പരിതാപങ്ങളും വേറൊരാളോട് പങ്കുവെച്ചുകൊണ്ടിരുന്ന അയാൾ പിന്നെ നമ്മളെ കാണുമ്പോൾ ഓടി ഒളിക്കും. ആദ്യം 1-2 ദിവസമൊക്കെ ചിലവ് കേൾക്കാൻ സന്നദ്ധമാകും. ഇത് നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറില്ലെങ്കിലോ അയാളെ കാണുന്നത് തന്നെ നമുക്ക്, കാരണം അയാൾ പറയുന്ന ദുരിതം മുഴുവനും നമ്മുടെ ദുരിതമായിട്ട് മാറും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിലേക്ക് ഈ ദുരിതത്തിൻ്റെ സംസ്കാരം അങ്ങ് കടന്നു വരും, നമ്മളുടെയും ദുഃഖമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ആരെയും ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ സ്വയം ദുഃഖിക്കാനും പാടില്ല. ദുഃഖിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളത് കൊണ്ട് തൃപ്തി ഉണ്ടാകണം. എനിക്ക് ആൾറെഡി ഇപ്പോൾ തന്നെ ഈശ്വരൻ തന്നിട്ടുള്ള ഈ ജീവിതം സംതൃപ്തമാണ്. അതിൻ്റെ മാനദണ്ഡം ഒന്നും നിങ്ങൾ വെക്കരുത്. എനിക്ക് ധനമുണ്ടെന്നോ, എനിക്ക് സൗന്ദര്യമുണ്ടെന്നോ, കുടുംബമഹിമയുണ്ടെന്നോ, രാഷ്ട്രീയ ബലമുണ്ടെന്നോ ഒന്നുമുള്ള ചിന്തകളൊന്നും കൊണ്ടുവരരുത്. ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ അതിൽ ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ ഉണ്മയാണ് സന്തോഷത്തിൻ്റെ ഇരിപ്പിടം. ആത്മാവാണ് സന്തോഷത്തിൻ്റെ ഇരിപ്പിടം. ആത്മാവ് ഉള്ളിടത്തോളം എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നെന്നും ഉള്ളതാണ്, ആ സന്തോഷം എന്നെന്നും ഉള്ളതാണ്. ശരീരം പോകുമ്പോഴോ, ശരീരം പോകുമ്പോഴും സന്തോഷം പോകുന്നില്ല, ആനന്ദം പോകുന്നില്ല, ശരീരമേ പോകുന്നുള്ളൂ. ആനന്ദം പോകാത്തത് എന്തുകൊണ്ടാണ്? ആനന്ദവും ആത്മാവും ഒന്നു തന്നെയാണ്. ആനന്ദവും ആത്മാവും അനന്യമാണ്. അപ്പോൾ ശരീരം പോകുമ്പോഴും ആത്മാവ് പോകാത്തത് കൊണ്ട് ആനന്ദം പോകുന്നില്ല. നമുക്ക് മരിക്കുമ്പോഴും അതൃപ്തിയില്ല. കാരണം എന്താ? മരിക്കുന്നത് ശരീരമാണ്, ആത്മാവല്ല എന്ന് നമുക്കറിയാം. ഇതാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഗാർഹസ്ഥ്യ ജീവിതം തിരഞ്ഞെടുത്തിട്ട് അനർത്ഥകരമായി ജീവിക്കരുത്, സാർത്ഥകമായിട്ട് ജീവിക്കണം. പറഞ്ഞു തന്നതുപോലെ തന്നെ ജീവിക്കണം. അതാണ് വേണ്ടത്. അടുത്ത ശ്ലോകം 216. ആശ്രിത്യാനവധാനേന
ഗാർഹസ്ഥ്യം തു മഹത്തരം തന്നികൃഷ്ടതരം കുറുവൻ ലോകാനർത്ഥായ ജീവതി. മഹത്തരം ഗാർഹസ്ഥ്യം തു, മഹത്തരമായ ഗൃഹസ്ഥാശ്രമത്തെ ആകട്ടെ അനവധാനേന അശ്രദ്ധയോടെ ആശ്രയിച്ചിട്ട് തത് അതിനെ നികൃഷ്ടതരം കുറുവൻ വളരെ നികൃഷ്ടമായി ചെയ്യുന്നവൻ ലോകാൻ അനർത്ഥായ ജീവതി ലോകത്തിൻ്റെ അനർത്ഥത്തിനായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ധർമ്മവിരുദ്ധമായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, മിക്കവാറും ആളുകളുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അയാൾ മദ്യപാനിയാകുന്നു, അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതൊന്നും അനുഷ്ഠിക്കുന്നില്ല, പഞ്ചമഹായജ്ഞങ്ങളൊന്നുമേ ചെയ്യുന്നില്ല, പഞ്ചധർമ്മങ്ങളും ചെയ്യുന്നില്ല, പഞ്ചശുദ്ധിയും ചെയ്യുന്നില്ല. അത്തരം ഗാർഹസ്ഥ്യ ധർമ്മങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും കർത്തവ്യങ്ങളൊന്നും ചെയ്യാതെ തോന്നിയതുപോലെ ജീവിച്ചു പോകുകയാണെങ്കിൽ അദ്ദേഹം നികൃഷ്ടമായിട്ട് ജീവിക്കുകയാണ്. നികൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് ഉത്കൃഷ്ട ജീവിതവും, നികൃഷ്ട ജീവിതം എന്ന് പറഞ്ഞാൽ കൃമി കീടങ്ങളെ പോലെ താന്നതരം ജീവിതത്തിലേക്ക് പോകുന്നതാണ് നികൃഷ്ട ജീവിതം. അതിലൂടെ ലോകത്തിൻ്റെ അനർത്ഥം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുള്ള ജീവിതവും അനർത്ഥകരമായ ജീവിതവും രണ്ടു തരം ജീവിതമുണ്ട്. ധർമാനുസന്ധാനം ചെയ്യുന്നതാണ് സാർത്ഥകമായ ജീവിതം. ധർമ്മവിരോധിയായ രീതിയിൽ ജീവിക്കുന്നതാണ് അനർത്ഥകരമായ ജീവിതം. അപ്പോൾ ഒരു അനർത്ഥമുണ്ടായാൽ അതിനെ തുടർന്ന് അനർത്ഥ പരമ്പരകളുണ്ടാകും. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമി ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അഹിംസ പാലിക്കണം. പഞ്ചധർമ്മങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് അഹിംസ. അപ്പം നമ്മളതിനെ അവഗണിച്ചാലോ ആ അവഗണനയുടെ പരിണതഫലമായ വേറൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരു ദുരന്തമല്ല, നമ്മളുടെ കർമ്മങ്ങൾ തന്നെ ആയകൊണ്ട് ദുരന്ത പരമ്പരകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലതും. ഹിംസ പാടില്ല. അഹിംസ പരമോ ധർമ്മ, അഹിംസ പരമമായ ധർമ്മമാണ് എന്ന് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ ഊന്നി പറയുന്നതാണ്. ഗുരുവും അത് ഊന്നി പറയുന്നു. മഹാത്മാക്കൾ എല്ലാവരും തന്നെ അഹിംസയെ കുറിച്ച് പറയുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ മോസസിന്റെ കൽപ്പനകളിൽ 10 കൽപ്പനകളിലൊന്നും പറയുന്നത് കൊല്ലരുത് എന്നാണ്. ശ്രീബുദ്ധൻ അഹിംസയെ വളരെ മഹത്തരമായ ഒരു ധർമ്മമായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഭാരതത്തിൽ എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ട്. പതഞ്ജലിയുടെ യമനിയമങ്ങൾ പറഞ്ഞപ്പോൾ അഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലൊക്കെ തന്നെ അഹിംസയെക്കുറിച്ച് സിദ്ധാന്തിക്കുന്നുണ്ട്. ജീവകാരുണ്യ പഞ്ചകം, അഹിംസ എന്നൊക്കെ പേരുള്ള കൃതി ഗുരു എഴുതിയിട്ടുണ്ട്. ജീവകാരുണ്യ പഞ്ചകത്തിൽ മനുഷ്യനെ നല്ല മനുഷ്യനെന്ന് പറയണമെങ്കിൽ അവൻ കൊല്ലാത്ത മനുഷ്യനായിരിക്കണം, ജീവികളെ കൊല്ലാത്ത മനുഷ്യനായിരിക്കണം, കൊന്നു തിന്നാത്തവനുമായിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോടു തുല്യനവൻ എന്ന് പ്രത്യേകം പറയുന്നു ഗുരു. അപ്പം ഗാർഹസ്ഥ്യധർമ്മം നമുക്ക് കിട്ടിയിട്ട് എല്ലാ ജീവികളെയും കൊന്ന് കറി വെച്ച് തിന്നുന്നത്, ശവക്കറികൾ തിന്ന് ശീലിക്കുന്നതും, നമ്മളുടെ വയറ് ശ്മശാന ഭൂമിയാക്കി തീർക്കുന്നതും ഒക്കെ
നമ്മളുടെ ഗാർഹസ്ഥ്യത്തിലെ നികൃഷ്ടതയെ നമ്മൾ വലിച്ചഴിക്കുന്നതാണ്. അപ്പോൾ ഗുരുദേവ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അഹിംസ.